വചനവും ആരാധനയും. ഇന്ന് ആരാധന ഒത്തിരി പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ്. ക്രിസ്തീയ കൂട്ടായ്മകളിൽ പണ്ടത്തേക്കാൾ വർഷിപ്പിന് പ്രാധാന്യത കൊടുക്കുന്നുണ്ട്. വർഷിപ്പിന് പ്രാധാന്യത ലഭിച്ചിട്ടുണ്ട്, കൈവന്നിട്ടുണ്ട്. അതൊരു നല്ല കാര്യം. വർഷിപ്പിംഗ് ആൻഡ് വിറ്റ്നസിങ്, ഇതാണ് ഒരു ക്രിസ്തു വിശ്വാസിയുടെ ഉത്തരവാദിത്വം. എന്നാൽ ഈ വർഷിപ്പിങ്ങിന് ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ എന്ന് പറയുന്നത് വചനാണ്. വായിക്കുന്നു 119 സങ്കീർത്തനം 7 വാക്യം. നിന്റെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. സ്തോത്രം ചെയ്യാൻ എന്തിനാ പഠിക്കുന്നേ? സ്തോത്രം ചെയ്യാൻ പഠിക്കണ്ട. പക്ഷെ വ്യവസ്ഥ പ്രകാരം ആരാധിക്കണമെങ്കിൽ വചനം പഠിക്കണം. ഇല്ലെങ്കിൽ കുറച്ച് കോലാഹലം മാത്രമേ നടക്കൂ. എന്നാൽ ആരംഭകാലത്ത് ആരും അത്ര വലിയ വചനം പഠിച്ചവരല്ല. എങ്കിലും ആത്മാർത്ഥതയുള്ളതുകൊണ്ട് ആരംഭ നാളുകളിൽ ദൈവം അത് പരിഗണിക്കത്തില്ല. പരിജ്ഞാനം ഇല്ലെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ദൈവം അംഗീകരിക്കും. പക്ഷെ നാളുകൾ കഴിയുമ്പോൾ ആരാധന എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു തോന്നലല്ല. കുറെ പേര് പറഞ്ഞ് ഇളക്കുന്ന കുറച്ച് കാര്യങ്ങളുമല്ല. അതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്, അംഗീകരിക്കുന്നുമുണ്ട്. പക്ഷെ ഇതിനൊരു സ്ട്രക്ചറുണ്ട്. അത് വചനം. ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. മറ്റേന്നൊക്കെ പറഞ്ഞാൽ ഓരോ ദേശത്ത് ഓരോന്ന് കാട്ടിക്കൂട്ടുക. അത് ഞങ്ങളുടെ വിശ്വാസമാണ്. അവനെൻ്റെ വിശ്വാസം അവനെ രക്ഷിക്കും. ഞങ്ങളുടെ വിശ്വാസം ഇങ്ങനെയാണ്. അപ്പം 500 പേരുള്ള ഒരു ഗ്രാമത്തിൽ ഒരു വിശ്വാസം, 5000 പേരുള്ളിടത്ത് വേറൊരു വിശ്വാസം. ഇങ്ങനെ ഈശ്വര വിശ്വാസത്തിന് ഒരു ലെവലില്ല, ബെല്ലും ഇല്ല, ബ്രേക്കും ഇല്ല. ആരെന്നാ കാണിച്ചാലും അത് വിശ്വാസമാണെന്നങ്ങ് പറയുക. അതെ, ചെയ്യാം, ആരും കുറ്റപ്പെടുത്തുന്നില്ല. എന്നാൽ ക്രിസ്തീയ ആരാധന ഒരു ബേസ് ഉണ്ട്, സ്ട്രക്ചറുണ്ട്. അത് ബൈബിളാണ്. തിരുവചനത്തിൻ്റെ ആധികാരികമായ ജ്ഞാനം ആരാധനയ്ക്ക് മാറ്റുകൂട്ടും. ആരെയാണ് ആരാധിക്കുന്നത്? എന്തിനാണ് ആരാധിക്കുന്നത്? എങ്ങനെയാണ് ആരാധിക്കുന്നത്? എന്നിങ്ങനെയുള്ള ഉൾക്കാഴ്ച വന്നിട്ട് വേണം ആരാധിക്കാൻ. അതിനായിട്ട് നമ്മളെ വിനയപ്പെടുത്തണം. നമ്മുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം ആരാധനയിൽ സജീവമായിട്ട് പങ്കെടുക്കും. വിശേഷാൽ ന്യൂ ടെസ്റ്റ്മെന്റ് ക്രിസ്ത്യൻസിന് ലഭിച്ചിട്ടുള്ളൊരു വലിയ ആനുകൂല്യമാണ് പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മ നിറവ്. ഈ അനുഗ്രഹങ്ങൾ ഇത് ആരാധനയിലും ലഭ്യമാണ്. ആരാധനയിലും ലഭ്യം. എന്തിനാണ്? മഹാദൈവത്തെ പുകഴ്ത്തുക. അതാണ് ആരാധന. അപ്പം മഹാദൈവത്തെ അവൻ്റെ ഉള്ള വലിപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വന്ന് നമ്മെ ആരാധനയിൽ കൂടുതൽ ശക്തരാക്കും. എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും അതെല്ലാം വചനാധിഷ്ഠിതമാകും. വചനാധിഷ്ഠിതമാകണം. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസത്തിൽ ഒരു മനുഷ്യൻ ആരാധനയ്ക്ക് പോകുമ്പോൾ അവന് വചനം ആവശ്യമാണ്. അവൻ വചനത്തിൻ്റെ ബോധ്യത്തിൽ നിന്നുകൊണ്ട് വേണം ദൈവത്തെ സ്തുതിക്കാൻ. വീണ്ടും വചനം വായിക്കുന്നു.
അങ്ങയുടെ നീതിയുള്ള വിധികളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യും. അതെ, പരമാർത്ഥ ഹൃദയത്തോടെ ആരാധിക്കുവാൻ വചനത്തിൻ്റെ പിൻബലം നിർബന്ധമാണ്. വചനമാണ് ദൈവത്തെ വെളിപ്പെടുത്തുന്നത്, വചനമാണ് വ്യവസ്ഥകളെ വെളിപ്പെടുത്തുന്നത്, വചനമാണ് ആരാധനയുടെ മാർഗരേഖ. അതുകൊണ്ട് വചനത്തെ ഗ്രഹിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. ഗോഡ് ബ്ലെസ് യു. ഈ സന്ദേശങ്ങൾ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കുവാൻ ഞങ്ങളുടെ വാട്സപ്പും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക.